കേന്ദ്രമന്ത്രി സിജെപിയുടെ പ്രതിഷേധ വേദിയിലേക്ക് സമരവേദിയിലേക്ക് പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ എത്തുകയാണ്. പ്രിയങ്കയാണ് അവരെ നയിക്കുന്നത്. സിജെപി സമരത്തിൽ നിന്ന് പിന്മാറില്ല എന്ന പ്രതിഷേധക്കാരുടെ ഉറച്ച നിലപാടിനിടെയാണ് സമരവേദിയിലേക്ക് കോൺഗ്രസ് നേതാക്കൾ എത്തുന്നത്. കൂടുതൽ നേതാക്കൾ, രാഷ്ട്രീയ നേതാക്കൾ കൂടി ഈ യുവജനതയുടെ കൂട്ടായ്മയുടെ പ്രതിഷേധത്തിന്റെ ഭാഗമായി പങ്കുചേരുന്നു. അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. നേരത്തെ ഈ പ്രതിഷേധം തുടങ്ങിയത് മുതൽ ജന്തർ മന്ദറിലെ പ്രതിഷേധത്തിൽ ഇന്നലെ മുതൽ ഇടത് എംപിമാരടക്കം ആ സമരവേദിയിൽ രാത്രിയടക്കം എത്തുകയും അവർക്ക് വലിയ രീതിയിലുള്ള പിന്തുണയും ഐക്യദാർഢ്യവും എല്ലാം അറിയിക്കുകയും സമരവേദിയോടൊപ്പം തന്നെ അവരുടെ സമരക്കാർക്കൊപ്പം തന്നെ നിലനിൽക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ കൂടി ആ വേദിയിലേക്ക് എത്തി അവർക്ക് ഐക്യദാർഢ്യം അറിയിക്കുന്നു, പിന്തുണ അറിയിക്കുകയാണ്. പ്രതിഷേധക്കാർക്കൊപ്പം നിലത്ത് കുത്തിയിരുന്ന് പ്രതിഷേധിക്കാൻ തുടങ്ങുകയാണ് പ്രിയങ്ക ഗാന്ധി. പ്രധാനമന്ത്രിയുടെ ധർമ്മേന്ദ്ര പ്രധാന രാജി മാത്രമല്ല പ്രധാനമന്ത്രി കൂടി രാജിവെക്കണമെന്നാണ് നേരത്തെ പ്രിയങ്ക ഗാന്ധി പ്രതികരണമായി പറഞ്ഞത്. ശരത് ലാൽ നൽകും വിവരങ്ങൾ. ഡൽഹിയിൽ നിന്ന് ശരത്ത്, കൂടുതൽ രാഷ്ട്രീയ നേതാക്കൾ കൂടി കൂട്ടായ്മയുടെ സമരത്തിന്, പ്രക്ഷോഭത്തിന് പിന്തുണ അറിയിക്കുന്നു, ഐക്യദാർഢ്യം അറിയിക്കുന്നു. ഇപ്പോൾ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ആ സമരക്കാർക്കൊപ്പം നിലത്തിരുന്ന് പ്രതിഷേധിക്കാനും തുടങ്ങിയിരിക്കുന്നു. ശരത്ത്, ശ്യാമിലി, രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഇപ്പോൾ സമരവേദിയിൽ എത്തിയിരിക്കുന്നു എന്നാണ് എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് നേരത്തെ രാഹുൽ ഗാന്ധി ഈ സമരത്തോട് അല്ലെങ്കിൽ വിയോജിപ്പ് പ്രകടിപ്പിച്ചു എന്നതായിരുന്നു വാർത്തകളൊക്കെ ഉണ്ടായിരുന്നത്. അതൊക്കെ മാറ്റിക്കൊണ്ട് വിദ്യാർത്ഥികൾക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് പരിക്കേറ്റ വിദ്യാർത്ഥികൾ ഇപ്പോൾ സമരവേദിയിൽ മഴ പെയ്യുകയാണ് ഡൽഹിയിൽ. ആ സമരവേദിയിൽ മഴയത്ത് തന്നെ സമരവേദിയിൽ അല്ലെങ്കിൽ BJP പ്രവർത്തകരോട് പരിക്കേറ്റവരെ വിദ്യാർത്ഥികളുടെ അനുഭവം പ്രകടിപ്പിച്ചുകൊണ്ട് സമരത്തിന് പിന്തുണയുമായി എത്തിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഏതായാലും ഇത് സംബന്ധിച്ചാണ് കോൺഗ്രസിന്റെ ഒരു വലിയൊരു നിലപാട് മാറ്റമായി നമുക്ക് അതിനെ പറയേണ്ടി വരും. ഏതായാലും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും സമരത്തിൽ എത്തിയിരിക്കുന്നു. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അതേസമയം പോലീസ് വളരെ മാധ്യമപ്രവർത്തകരടക്കം മാറ്റി നിർത്തിയിരിക്കുകയാണ്. കാരണം അകത്തുള്ള മാധ്യമപ്രവർത്തകർക്ക് മാത്രമേ നേരിട്ട് കവർ ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഏതായാലും മഴ പെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ചിട്ട് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വേദിയിൽ ഇറങ്ങി നിലത്തിരുന്നുകൊണ്ട് പ്രതിഷേധിക്കുകയാണ്. ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥികളോടൊപ്പം മുദ്രാവാക്യം വിളിക്കുകയാണ് എന്ന ഒരു വിവരമാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. നേരിട്ട് കാണാൻ നമുക്ക് ആ പ്രദേശത്ത് എത്താൻ കഴിയുന്നില്ല. കാരണം SPG ഉണ്ട്, സുരക്ഷയുണ്ട്, നമുക്കറിയാം. കാരണം വളരെ പെട്ടെന്ന് ആരെയും അറിയിക്കാതെ തന്നെയാണ് ഇത്തരമൊരു പ്രതിഷേധത്തിലേക്ക് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും എത്തിയിരിക്കുന്നത്. ശ്യാമിലി, കേന്ദ്രമന്ത്രി സിജെപിയുടെ പ്രതിഷേധത്തിൽ ഐക്യദാർഢ്യം പിന്തുണയും അറിയിച്ചുകൊണ്ട് കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അടക്കമുള്ള നേതാക്കൾ സമരവേദിയിലേക്ക് എത്തിയിട്ടുണ്ട്. അവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ് പ്രിയങ്ക ഗാന്ധി. ഒരു തരത്തിലും സമരത്തെ അടിച്ചമർത്താൻ എത്ര ശ്രമിച്ചാലും ഒരു തരത്തിലും സമരത്തിൽ നിന്ന് പിന്മാറില്ല എന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് CJP പ്രവർത്തകർ. വിദ്യാർത്ഥികളെ അടക്കം വളരെ ക്രൂരമായ രീതിയിൽ തല്ലിച്ചതയ്ക്കുന്ന ഡൽഹി പോലീസ് നടപടിയാണ് ഇന്നലെ മണിക്കൂറുകളോളം ഉണ്ടായത്. അതിനുശേഷമാണ് വലിയൊരു തരത്തിലുള്ള ഒരു പിന്തുണ രാഷ്ട്രീയ രംഗത്തുനിന്നും സാംസ്കാരിക സിനിമാ രംഗത്തു നിന്നുമെല്ലാം ഈ കൂട്ടായ്മയ്ക്ക് ഉണ്ടാകുന്നത്. വിദ്യാർത്ഥികളെ ക്രൂരമായി തല്ലിച്ചതയ്ക്കുകയും മുടിയിൽ പിടിച്ച് വലിച്ച് ലാത്തി ചാർജിന് ഇരയാക്കുകയും ചെയ്യുന്ന ഡൽഹി പോലീസ് നടപടിക്കെതിരെ വലിയ വിമർശനം കൂടി ഉയർന്നു കഴിഞ്ഞു. ആ ഘട്ടത്തിൽ കൂടിയാണ് പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷി നേതാക്കളെല്ലാം തന്നെ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി എത്തുന്നത്. അവിടെ ഷാഫി പറമ്പിൽ MP ആണെന്ന് തോന്നുന്നു. അദ്ദേഹത്തെ കൂടി ഇവിടെ ഈ കേരളത്തിൽ നിന്നുള്ള MPമാർക്കൊപ്പം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി അവിടെ സമരക്കാർക്കൊപ്പം സംസാരിക്കുന്നുണ്ട്, കാര്യങ്ങളെ വിലയിരുത്തുന്നുണ്ട്. നേരത്തെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ധർമ്മേന്ദ്ര പ്രധാൻ മാത്രം രാജിവെച്ചാൽ പോരാ, പ്രധാനമന്ത്രി കൂടി ഉത്തരവാദിയാണ്, അദ്ദേഹം കൂടി പടിയിറങ്ങേണ്ട തരത്തിലായിരുന്നു പ്രിയങ്ക ഗാന്ധിയുടെ ഇക്കാര്യത്തിലുള്ള പ്രതികരണം. എന്തായാലും വിദ്യാർത്ഥികളെ ക്രൂരമായി തല്ലിച്ചതച്ച ഡൽഹി പോലീസ് നടപടിക്കെതിരെ വലിയ വിമർശനവും ഒപ്പം വിദ്യാർത്ഥികൾക്കും ഈ പ്രതിഷേധം നടത്തുന്ന CJPയിലെ കൂട്ടായ്മയിലെ എല്ലാ അംഗങ്ങൾക്കും കൂടുതൽ പിന്തുണ എല്ലാ വിഭാഗങ്ങളിൽ നിന്നും ഉണ്ടാവുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. KC വേണുഗോപാലിനെ അടക്കം നിലത്ത് ഇരിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. नहीं चलेगी
नरेंद्र मोदी डाउन 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 नरेंद्र मोदी डाउन 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 पीएम मोदी डाउन 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 बीजेपी डाउन 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 बीजेपी डाउन 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 ഡൽഹിയിൽ നിന്ന് ശരത് ലാൽ ചേരുന്നുണ്ട്. ശരത്ത്, അങ്ങനെ മുദ്രാവാക്യം വിളികളുമായി ഈ കൂടുതൽ നേതാക്കളടക്കം രാഷ്ട്രീയ നേതാക്കൾക്കും അവിടെ എത്തുമ്പോൾ ആ സമരത്തിന് കൂടുതൽ ഊർജ്ജമാകുന്നു, പിന്തുണയാകുന്നു. കാരണം നമ്മളതിലെ വളരെ വ്യക്തമായി പറയേണ്ടത് സമരത്തിന് ഊർജ്ജതയാവുന്നു, പിന്തുണയേറുന്നു. അതുമായി രാഹുൽ ഗാന്ധി, അതുപോലെ പ്രിയങ്ക ഗാന്ധി, KC വേണുഗോപാലടക്കമാണ് ഈ വിദ്യാർത്ഥികളുടെ വിദ്യാർത്ഥിയെ തല്ലിച്ചതച്ചതിന്റെ പേരിലുള്ള പ്രതിഷേധം നടത്തുന്നത്. അതായത് പ്രൈം മിനിസ്റ്റർ വീട്ടിലേക്കുള്ള മാർച്ച്, പ്രൈം മിനിസ്റ്റർ വീട്ടിലേക്ക് മാർച്ച് ചെയ്യാനുള്ള ശ്രമമാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും നടത്തുന്നത്. അതിൽ വിദ്യാർത്ഥികൾ കൂടി അണിചേരുന്നു, സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾ കൂടി അണിചേരുന്നു, CJP പ്രവർത്തകരടക്കം അണിചേരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഏതായാലും ഈ മാർച്ചിൽ മഴയത്ത് പോലും, കാരണം കോൺഗ്രസിന്റെ ഒരു നിലപാട് മാറ്റം തന്നെ പറയണം, ഈ വിദ്യാർത്ഥികളെ തല്ലിച്ചതത്തിൽ ശക്തമായ രീതിയിൽ തന്നെ പിന്നെ പ്രതിഷേധിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചു കഴിഞ്ഞു. ആ തീരുമാനത്തിന്റെ ഭാഗമാണ് ഇപ്പോൾ ഈ മാർച്ചിലേക്ക് ജനങ്ങളും അത് CJPയും വിദ്യാർത്ഥികളും യുവാക്കളും ഒഴുകിയെത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത. ഏതായാലും വളരെ വലിയ ഒരു പ്രക്ഷോഭത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് പറയാണ്. രാഹുലും പ്രിയങ്ക ഗാന്ധിയും കൂടി സമരരംഗത്ത് ഇറങ്ങുന്നതോടെ എന്താ കാരണം, നേരത്തെ തന്നെ 45,000-ഓളം വിദ്യാർത്ഥികൾ ഇന്നലെ ഉണ്ടായിരുന്നു പ്രക്ഷോഭത്തിൽ. ഇപ്പോഴും 10,000-ഓളം വിദ്യാർത്ഥികൾ പല സ്ഥലങ്ങളിലായിട്ട് ഉണ്ട്. സ്വാഭാവികമായിട്ടും വലിയൊരു പ്രതിഷേധമാണ് നടക്കുന്നത്, മാർച്ചിൽ നടക്കുന്നത്. കാരണം തീർത്തും അപ്രതീക്ഷിതം എന്ന് തന്നെ പറയാം. നേരത്തെ പാർലമെന്റിൽ പ്രതിഷേധിച്ചു. പാർലമെന്റിൽ മല്ലികാർജ്ജുന ഖാർഗെ വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു. മല്ലികാർജ്ജുന ഖാർഗെ പറഞ്ഞിരിക്കുന്നത് കാരണം വിദ്യാർത്ഥികളെ തല്ലിച്ചേച്ച നടപടി പ്രതിഷേധാർഹം എന്ന് തന്നെയാണ്. ആ സമയത്താണ് ഇപ്പോൾ അതിന് മാർച്ചും പ്രൈം മിനിസ്റ്റർ രാജിവെക്കണമെന്ന് പാർലമെന്റിൽ വിദ്യാർത്ഥികളെ തല്ലിച്ചേച്ചതിൽ പ്രൈം മിനിസ്റ്റർ രാജിവെക്കണമെന്ന് പാർലമെന്റിൽ പുറത്ത് രാഹുൽ ഗാന്ധിയും അതിനുശേഷമാണ് വളരെ പെട്ടെന്ന് തന്നെ വിദ്യാർത്ഥികളെ പ്രക്ഷോഭത്തിലേക്ക്, വിദ്യാർത്ഥികളെ പ്രതിഷേധിച്ച് അല്ലെങ്കിൽ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ചുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കൂടി മാറുന്നത്. ഇത് വളരെ വലിയ ഒരു രീതിയിലേക്ക് തന്നെ പോകുന്നു. നിരവധി തന്നെ വളരെ വലിയ ഒരു പ്രക്ഷോഭത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു. ധർമ്മേന്ദ്ര പ്രധാനെതിരെയുള്ള പ്രക്ഷോഭം അത് കോൺഗ്രസും രാഹുൽ ഗാന്ധിയും കൂടി ഏറ്റെടുക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. NSCയുടെ നേരത്തെ ഇന്ന് രാവിലെ 11 മണിക്ക് NSCയുടെ മാർച്ച് പ്രഖ്യാപിച്ചിരുന്നു. അത് ക്യാൻസൽ ചെയ്താണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഇപ്പോൾ ഈ മാർച്ചിലെ അണിചേരുന്നത്. ഇത് ഒരു സ്ഥലത്ത് ഡൽഹിയിലെ പ്രതിഷേധം വ്യാപകമാവുന്നു. അതുകൂടി നമ്മൾ പറയേണ്ടി വരും. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയിലുപരി പ്രധാനമന്ത്രി രാജിവെക്കണം ഈ വിഷയത്തിൽ എന്ന മുദ്രാവാക്യമാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഉയർത്തുന്നത്. KC വേണുഗോപാൽ അടക്കമുള്ള മുതിർന്ന MP-മാർ അടക്കം ഈ പ്രതിഷേധത്തിൽ പങ്കാളിയാവുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത. ഏതായാലും ചാമ്ലി പ്രക്ഷോഭം മറ്റൊരു തരത്തിലേക്ക് മാറുന്നു. BJPയും അതേപോലെ തന്നെ കോൺഗ്രസും അല്ലെങ്കിൽ മറ്റു പ്രതിപക്ഷവും നേരത്തെ നമ്മൾ കണ്ടതാണ്. ഇടത് MP-മാർ നേരിട്ട് തന്നെ പ്രക്ഷോഭ സ്ഥലത്ത് പൂർണ്ണ പിന്തുണ നൽകുകയും ചെയ്തു. ഇപ്പോൾ കോൺഗ്രസ് ആവട്ടെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും തന്നെ ഈ ആവശ്യം CJPയുടെ ആവശ്യം ഏറ്റെടുത്തുകൊണ്ട് ധർമ്മേന്ദ്ര പ്രധാൻ മാത്രമല്ല പ്രധാനമന്ത്രി രാജിവെക്കണമെന്ന മുദ്രാവാക്യമാക്കി കൂടുതൽ ശക്തമായി രംഗത്തിറക്കുന്നു. പ്രൈം മിനിസ്റ്ററുടെ വസതിയിലേക്ക് മാർച്ച് ചെയ്യുകയാണ് കോൺഗ്രസ് നേതാക്കൾ. മാർച്ച് പോലീസ് തടഞ്ഞാലും പിന്മാറില്ല എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അപ്രതീക്ഷിതം. കാരണം ഡൽഹി പോലീസിനെ ഞെട്ടിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഡൽഹിയിലെ അധികാര കേന്ദ്രങ്ങളെ ഞെട്ടിച്ചുകൊണ്ടാണ് ഇത്തരമൊരു വലിയൊരു മാർച്ച് ഇപ്പോൾ നടക്കുന്നത്.
गुंडागर्दी नहीं चलेगी नहीं चलेगी अमित शाह की 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 गुंडागर्दी नहीं चलेगी नहीं चलेगी नहीं चलेगी अच्छा कोना दूसरा दो ना नहीं चलेगी नहीं चलेगी नहीं चलेगी नहीं चलेगी अमित शाह